സോ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ സിന്തറ്റിക് ആപ്ലിക്കേഷനിലുള്ള ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്നു. അതെന്തായിരുന്നു അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് നൈട്രജൻ N2 ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഭാഗത്തോട്ട് വേറെ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് റീപ്ലേസ്മെൻറ്റ് ബൈ ക്ലോറിൻ, ബ്രോമിൻ, ദെൻ ഫ്ലൂറിൻ, OH ഗ്രൂപ്പ്, ദെൻ നമ്മൾ പഠിച്ചത് ഫിനാൽ ഗ്രൂപ്പൊക്കെ വന്ന അത് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് N2 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അവിടുന്ന് പോയിട്ട് വരും, അങ്ങോട്ട് വേറെ ഗ്രൂപ്പ് വരുന്ന അതിൻ്റെ സിന്തറ്റിക് ആപ്ലിക്കേഷൻ ആ ഒരു ഭാഗമായിരുന്നു നോക്കിയിരുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ സിന്തറ്റിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിഡക്ഷനാണ്. ഓക്കെ, സോ ബി ആണ് എന്ത് റിഡക്ഷൻ. ദിസ് ഈസ് ദ റിഡക്ഷൻ. ഓക്കെ, സോ അതിൽ മൈൽഡ് റിഡക്ഷൻ ഉണ്ട്, സ്ട്രോങ് റിഡക്ഷൻ ഉണ്ട്. രണ്ട് ടൈപ്പ് റിഡക്ഷൻസ് ഉണ്ട്, മൈൽഡ് റിഡക്ഷൻ ആൻഡ് സ്ട്രോങ് റിഡക്ഷൻ. സോ മൈൽഡ് റിഡക്ഷനകത്ത് കൺവേർഷൻ ഓഫ് ഫീനൈൽ ഹൈഡ്രസീൻ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫിനൈൽ ഹൈഡ്രസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് മൈൽഡ് റിഡക്ഷൻ. നമുക്കറിയാം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ആഡിങ് ഓഫ് ഹൈഡ്രജൻ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത് റിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള സോഡിയം Na2SO3 or chlorine in the presence of HCl, ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫിനൈൽ ഹൈഡ്രസീൻ കിട്ടും. ഓക്കെ, അപ്പം അത് മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റാണ് എന്ത് സോഡിയം തയോസൾഫേറ്റും അതേപോലെ HCl in the presence of stannous chloride. ഓക്കെ, സ്റ്റാനസ് ക്ലോറൈഡ് HClൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, Na2SO3 യൂസ് ചെയ്യുക, സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫിനൈൽ ഹൈഡ്രസീൻ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, this is the first reduction method. Okay, that is the mild reduction. In mild reduction, the benzene diazonium chloride is just converted into phenyl hydrazine ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ ഫിനൈൽ ഹൈഡ്രസീൻ്റെ ഫോർമുല നോക്കൂ, C6H5NH2. അതായത് ഇവിടെ രണ്ട് നൈട്രജൻ ഉണ്ടല്ലോ, അതിൽ ഒരു ഹൈഡ്രജന് എന്ത് ചെയ്യും, എടുക്കും. രണ്ടാമത്തെ നൈട്രജൻ, പിന്നെ ഇവിടെ ക്ലോറിൻ റിമൂവ് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് എന്ത് NH2 യൂസ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ നൈട്രജൻ്റെ ബാലൻസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നൈട്രജന് ഒരു ഹൈഡ്രജനെ റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ നൈട്രജൻ രണ്ട് ഹൈഡ്രജനെ റിസീവ് ചെയ്യുന്നുണ്ട്, കാരണം ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, ഫിനൈൽ ഹൈഡ്രസീൻ. സോ ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ C6H5NH2 ആണ് ഫിനൈൽ ഹൈഡ്രസീൻ. അതിൻ്റെ കൂടെ എന്തും കൂടി ഫോം ചെയ്തിട്ടുണ്ട്, HClഉം നൈട്രജൻ ഗ്യാസും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള റിയേജൻ്റ് എന്ന് പറയുന്നത് സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് HCl, അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, Na2SO3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൈൽഡ് റിഡക്ഷൻ. ഇപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഉണ്ടാകുന്നത്, റിഡക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രോങ് റിഡക്ഷൻ. നന്നായിട്ട് റിഡക്ഷൻ നടക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്താക്കിയിട്ട് മാറും, അനിലിനായിട്ട് മാറും. അനിലിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, ബെൻസീൻ റിങ്ങുമ്പോൾ എന്താ ഉള്ളത്, NH2 ഗ്രൂപ്പാണ്. അപ്പോൾ സ്ട്രോങ് റിഡക്ഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, അനിലിൻ ഫോം ചെയ്യുന്നത്. മൈൽഡ് റിഡക്ഷനിൽ എന്ത് ഫോം ചെയ്യും, ഫിനൈൽ ഹൈഡ്രസീൻ ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് HCl. സിങ്കും ഇൻ ദ പ്രസൻസ് ഓഫ് HCl ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ റിഡക്ഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് യൂസ്ഡ് ബൈ സിങ്ക് in the presence of HCl, hydrochloric acid, to yield aniline. അനിലീനാണ് നമുക്കിവിടെ ഫോം ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ റിയാക്ഷന് എന്തില്ല, ഒരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമ്മൾ അനിലിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്.
നമ്മൾ നേരത്തെ പഠിച്ചു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അനിലിനാണ്. അപ്പോൾ വീണ്ടും അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് അനിലിനാക്കുന്നത് കൊണ്ട് എന്തില്ല എന്നാണ് പറയുന്നത്, സിന്തറ്റിക് ആപ്ലിക്കേഷൻ അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടൊന്നും ഒരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ ഇല്ലാത്തൊരു റിയാക്ഷനാണ് എന്ത് സ്ട്രോങ് റിഡക്ഷൻ, ദാറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻ ടു അനിലിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ അറൈൽ ഡയസോണിയം സാൾട്ട്, അറൈൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ബെൻസീൻ ഡയസോണിയം സാൾട്ട് എടുക്കാം. ഈ സാൾട്ട് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും അരോമാറ്റിക് അമീൻസുമായിട്ടോ അല്ലെങ്കിൽ ഫീനോളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ ബാൽഷീമൻ റിയാക്ഷൻ, ബാൽഷീമൻ അല്ല, കോംബർഗ് ബെക്ക്മാൻ റിയാക്ഷൻ, ബൈഫിനൈൽ ഫോം ചെയ്യുന്ന റിയാക്ഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ അത് അവിടെ ബൈഫിനൈലാണ് ഫോം ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇവിടെ അതല്ല ഫോം ചെയ്യുന്നത്, ഇവിടെ ഒരു അസോ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എടുക്കുന്നത്, ഏതെങ്കിലും ഒരു അറൈൽ ഡയസോണിയം സാൾട്ട്, അതുമായിട്ട് എന്ത് റിയാക്ട് ചെയ്യണം, ഒരു അരോമാറ്റിക് അമീനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫീനോളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അസോ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ അസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എൻ ഡബിൾ ബോണ്ട് എന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്, എൻ ഡബിൾ ബോണ്ട് എൻ. അപ്പോൾ ഈ രണ്ട് ഇപ്പം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് എന്തുണ്ടാവും, ബെൻസീൻ ഗ്രൂപ്പ് ഉണ്ടാവും. എന്നിട്ട് രണ്ട് എൻ ഡബിൾ ബോണ്ട് എൻ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഇവിടെ ഫീനോളായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഫീനോൾ OH ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയൊരു കോമ്പൗണ്ട് കിട്ടും. ഇവിടെ എൻ ഡബിൾ ബോണ്ട് എൻ വരുന്നതിനോണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസോ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള അസോ കോമ്പൗണ്ട് കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്ലിംഗ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അസോ കോമ്പൗണ്ട് കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്ലിംഗ്. അപ്പോൾ ഈ ഒരു റിയാക്ഷന് ഒത്തിരി സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ കപ്ലിംഗ് റിയാക്ഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് അസോ ഡൈ എന്നാണ് വിളിക്കുന്നത്, അസോ ഡൈ. അപ്പോൾ ഈ അസോ ഡൈ നമ്മൾ ഈ ഒരു കപ്ലിംഗ് റിയാക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കപ്ലിംഗ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, കപ്ലിംഗ് വിത്ത് ഫീനോളും കപ്ലിംഗ് വിത്ത് അനിലിനും. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കപ്ലിംഗ് വിത്ത് ഫീനോൾ. അപ്പം ഫീനോളുമായിട്ട് നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പാരാഹൈഡ്രോക്സി ബെൻസീനാണ് കിട്ടുന്നത്. ഹൈഡ്രോക്സി അസോ ബെൻസീൻ. ഓക്കെ, അസോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ എൻ ഡബിൾ ബോണ്ട് എൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അസോ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കപ്ലിംഗ് റിയാക്ഷൻ, കപ്ലിംഗ് വിത്ത് ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യാം, ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ മീഡിയമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, pH അബൌട്ട് 9 to 10 ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. അപ്പോൾ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NOHോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫീനോളും അതേപോലെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ അറ്റ് 0 to 5 degree Celsius, അതായത് നല്ലൊരു ഒരു റൂം ടെമ്പറേച്ചറിലൊന്നും വെക്കാൻ പാടില്ല, നമ്മൾ ഐസിലിട്ട് വെക്കണം. നിങ്ങളിത് ഓർഗാനിക് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ചെയ്യാനിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കപ്ലിംഗ് റിയാക്ഷന്, അതായത് കൺഫർമേഷനൊക്കെ വേണ്ടിയിട്ട് ഓർഗാനിക് ചെയ്യുമ്പോൾ സമയത്ത് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ ഫീനോളിൻ്റെ അനിലിൻ്റെ ഒക്കെ കൺഫർമേഷന് വേണ്ടിയിട്ട് റിയാക്ഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, അത് അസോഡായി ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ നമുക്ക് തന്നത് എന്താണ്, ഫീനോളാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഓറഞ്ച് കളറ് ഡൈ ഒക്കെ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഗിവൺ കോമ്പൗണ്ട് എന്താണ്, ഫീനോൾ അല്ലെങ്കിൽ അനിലിനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഫീനോളുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽക്കലൈൻ മീഡിയമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 0 to 5 degree Celsius ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് അസോ ഡൈ കിട്ടും. ആ അസോ ഡൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, പാരാഹൈഡ്രോക്സി ബെൻസീൻ ആയിരിക്കും. അതായത് ഇവിടെയുള്ള ഈ OHന് നേരെ ഓപ്പോസിറ്റുള്ള ഹൈഡ്രജനായിട്ടുമാണ് എന്ത് റിയാക്ട് ചെയ്യുന്നത്, ഈ N2Cl റിയാക്ട് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് OH ഇവിടെ പാരയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പാര ഹൈഡ്രോക്സി ബെൻസീൻ ഫോം ചെയ്യും. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ടു പാര ഹൈഡ്രോക്സി അസോ ബെൻസീൻ ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ആൽക്കലൈൻ മീഡിയം ആണ്. ദെൻ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. ദെൻ കപ്ലിംഗ് വിത്ത് അനിലിൻ. ഇനി അനിലിനുമായിട്ടുള്ള കപ്ലിംഗ് ആണ് കൺവേർഷൻ ഇൻറ്റു പാര അമിനോ ബെൻസീൻ. ഓക്കെ, ഇവിടെ പാര അമിനോ ബെൻസീൻ ആണ് ഇവിടെ അമിനോ അസോ ബെൻസീൻ, കൺവേർഷൻ ഓഫ് പാര അമിനോ അസോ ബെൻസീൻ. ഓക്കെ, ഇവിടെ നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അനിലുമായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ ബട്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ അസിഡിക് മീഡിയം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, pH 4 to 5. നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഫീനോളുമായിട്ട് കപ്പിൾ ചെയ്തപ്പോൾ ആൽക്കലൈൻ മീഡിയം ആയിരുന്നു. അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട അസിഡിക് മീഡിയം ആണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, അനിലിനുമായിട്ട് ട്രീറ്റ് ചെയ്തു. സോ ഇൻ ദ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം, അതുകൊണ്ട് അവിടെ H+ എന്ന് മാത്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിന് കുറച്ച് ക്ലിയർ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക കേട്ടോ. ടെക്സ്റ്റും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ടെക്സ്റ്റിലെ പേജ് നമ്പർ നോക്കിയിരുന്നാൽ മതി. 156 ആണ്, 186 ആണെന്ന് തോന്നുന്നു കേട്ടോ. ക്ലിയർ കുറവ്, എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, അപ്പോൾ ഞാൻ വേറൊരാളെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും അനിലിനുമായിട്ട് ട്രീറ്റ് ചെയ്ത ഇൻ ദ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം അറ്റ് 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഡയസോണിയം അമിനോ ബെൻസീൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡയസോണിയം അമിനോ ബെൻസീൻ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും അനിലിനും എന്ത് ചെയ്യാണ്, ഇൻ ദ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയത്തിൽ 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, ഡയസോ അമിനോ ബെൻസീൻ ആണ് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യാം. 40 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, അസോഡൈ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് അസോഡൈ ഫോം ചെയ്തിട്ടില്ല, കാരണം ഇവിടെ എന്താണ്, N ഡബിൾ ബോണ്ട് N കഴിഞ്ഞിട്ട് ഒരു NH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ NH ഗ്രൂപ്പിനെ അവിടെ നിന്ന് മാറ്റിയാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അസോഡായി ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളത് അവിടെ എന്ത് ചെയ്യും, ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും, അതിനകത്തൊരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ ഉള്ള NH ഗ്രൂപ്പ് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, പാര അമിനോ അസോ ബെൻസീൻ ഫോം ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ സിന്തറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നെയിം റിയാക്ഷൻസും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് മീഥൈൽ ഓറഞ്ചിൻ്റെ യൂസസും അതേപോലെ പ്രിപ്പറേഷനും. മീഥൈൽ ഓറഞ്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്, മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്, കളർ ചേഞ്ച് ഇൻ്റർവെൽ ഇറ്റ് ഈസ് ഫ്രം ഒരു 3 to 4, അതായത് ഒരു pH 3 to 4 ആണ് അതിൻ്റെ കളർ ചേഞ്ച് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മീഥൈൽ ഓറഞ്ച് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിലും അതേപോലെ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു അസോഡൈ ആണ്, അതാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. മീഥൈൽ ഓറഞ്ച് ഈസ് എ അസോഡൈ. അപ്പോൾ അസോഡൈ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, N ഡബിൾ ബോണ്ട് N ഗ്രൂപ്പ് ഉണ്ടാവും, എന്നിട്ട് രണ്ട് സൈഡിലായിട്ടും എന്തുണ്ടാവും, ഒരു അരോമാറ്റിക് റിങ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്ത്, അസോ കോമ്പൗണ്ട്. സോ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം സാൾട്ട് ഓഫ് സൾഫാനിലിക് ആസിഡ് ആണ് അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. സോഡിയം സാൾട്ട് ഓഫ് സൾഫാനിലിക് ആസിഡ്, അതിൻ്റെ പ്രത്യേകത എന്നാൽ ഒരു ഭാഗത്ത് NH2 ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ പാരാ പൊസിഷനിലായിട്ട് ഏത് ഗ്രൂപ്പാണ് ഉള്ളത്, SO3+ഉം
SO3 മൈനസും Na+ഉം ആണുള്ളത്. ഓക്കെ, ഇങ്ങനെയാണത് വരുന്നത്. SO3 മൈനസും Na+ഉം. ഓക്കെ, ഇപ്പോൾ സൾഫർ ആറ്റം ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സൾഫർ ആറ്റം ആയിട്ടാണ് ബെൻസീൻ റിങ്ങിൽ കണക്ഷൻ ഉള്ളത്, ബോണ്ട് ഉള്ളത്. അതുകൊണ്ടാണ് അത് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി അതെന്താണ്? SO3 മൈനസ് Na+. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? സോഡിയം സാൾട്ട് ഓഫ് സൾഫാനിലിക് ആസിഡ്. അപ്പം NH2 ഗ്രൂപ്പും SO3 മൈനസ് Na+ഉം അതിൻ്റെ രണ്ടിൻ്റെ ഓർത്തോ പൊസിഷനിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് NaNO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl അറ്റ് 0 to 5 degree Celsius നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡയസോണിയം സോഡിയം സൾഫാനിലേറ്റ് കിട്ടും. ഓക്കെ, ഡയസോണിയം സോഡിയം സൾഫാനിലേറ്റ് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, സോ വെൻ സോഡിയം സാൾട്ട് ഓഫ് സൾഫാനിലിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് NaNO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl അറ്റ് 0 to 5 degree Celsius വി ഗെറ്റ് ഡയസോട്ടൈസ്ഡ് സോഡിയം സൾഫാനിലേറ്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഡയസോട്ടൈസ്ഡ് സോഡിയം സൾഫാനിലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് N ഡൈമീഥൈൽ അനിലീൻ. അതായത് ഈ അനിലിൻ ആക്ച്വലി ഇവിടെ ഈ NH2 വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അനിലിൻ വരുന്നത് അല്ലേ? ആ ഹൈഡ്രജന് പകരമായിട്ട് 2 CH3 ഗ്രൂപ്പ് വന്നു. ഹൈഡ്രജന് പകരമായിട്ട് ഇവിടെ എന്ത് വന്നു? 2 CH3 ഗ്രൂപ്പ് വന്നു. അതുകൊണ്ടാണ് എന്ത് വന്നത്? N ഡൈമീഥൈൽ അനിലിൻ വന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ കിട്ടിയിട്ടില്ല. ഡയസോട്ടൈസ്ഡ് സോഡിയം സൾഫാനിലേറ്റ് N ഡൈമീഥൈൽ അനിലുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഒരു മൈൽഡായിട്ടുള്ള ആൽക്കലൈൻ മീഡിയം ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ OH- വന്നത്. ആൽക്കലൈൻ മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ് 0 to 5 degree Celsiusൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മീഥൈൽ ഓറഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഒരു 2-3 സ്റ്റെപ്പുള്ളൊരു റിയാക്ഷനാണ്. റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമിന് വരും. പ്രിപ്പറേഷൻ ഓഫ് മീഥൈൽ ഓറഞ്ചിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഡിയം സാൾട്ട് ഓഫ് സൾഫാനിലിക് ആസിഡ് ഓൺ treated with sodium nitrate NaNO2 in the presence of HCl at 0 to 5 degree Celsius we get diazotized sodium സൾഫാനിലേറ്റ് കിട്ടി. ഓക്കെ, എന്നിട്ട് ഇതെന്ത് ചെയ്യണം? N ഡൈമീഥൈൽ അനിലുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് അൻ ആൽക്കലൈൻ മീഡിയം. ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 to 5 degree Celsius വി ഗെറ്റ് മീഥൈൽ ഓറഞ്ചിൻ്റെ സ്ട്രക്ചറും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. മീഥൈൽ ഓറഞ്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അതിൻ്റെ കളർ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് ഇൻ ദ ഇൻ്റർവെൽ ഓഫ് 3.2 to 4.4. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഈ ഒരു മീഡിയം എത്തുമ്പോഴാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, so it is used in a strong acid strong base titration as well as strong acid weak base titrationലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് അതിൻ്റെ യൂസസും കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.